പടച്ചവനെ കുറെ സമയം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലയുമായി തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും പോയിരിക്കുകയാ. നബിതങ്ങളും സ്വഹാബത്തും പോയി, ആരെയും കാണുന്നില്ല. ആയിഷ ബീബി അല്ലാതെ സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി വഴിയോരത്തിരുന്ന് കരയുകയാ. ചെറിയ പ്രായമാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. ചെറുപ്പക്കാരനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കുതിരപ്പുറത്തു വരികയാ. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണമെന്തെന്നറിയുവോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ട് വരാൻ നബിതങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബിയാണ്. ആ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. മുത്തുനബിയുടെ ഭാര്യ ആയിഷയോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷയോ? ഉമ്മാ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, അവിടെ ഇരുന്ന് കരയില്ലേ ഉമ്മ. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചാടിയിറങ്ങുകയാണ്. കേറുമ്മ, ഞാൻ നടക്കാം ഉമ്മ, ഈ വഴി വാഹനത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാം ഉമ്മ. ഉമ്മ ഇതിന്റെ മുകളിലേക്ക് കേറ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം വേറെ ഒരു വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ്. പടച്ചവനെ, നബിതങ്ങളും സ്വഹാബത്തും ഒരുപാട് സഞ്ചരിച്ചു. അപ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. വലിയ വിഷയമായി. എല്ലാവരും ഒരുമിച്ച് കൂടി. നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. പടച്ചവനെ, വലിയ പ്രശ്നമായടോ. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് സഫ്വാൻ നടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുതിരപ്പുറത്തിരിക്കുകയാണ്. നബിതങ്ങളെ കണ്ടു. ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സമാധാനമായി, എല്ലാവർക്കും സമാധാനമായി. യാത്ര തുടങ്ങാൻ പോകുമ്പോ അല്ലാഹുവേ, മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവന് നബിതങ്ങളെ ഇഷ്ടമല്ല, നബിതങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടമല്ല, സഹാബത്തിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ്. മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ്. അവനാണ് പറയുന്നത്, രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാഹ്, ആയിഷ ബീബിയെ വ്യഭിചാരാരോപണം തുടങ്ങുകയാണ്. റബ്ബേ, കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നടോ. കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുശ്രിക്കീങ്ങളല്ല, പടച്ചവരെ ശത്രുക്കളല്ല, നബിതങ്ങളുടെ കൂടെ പോയവരാ പറഞ്ഞത്. അത് കാരണം പലരും വിശ്വസിച്ചടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച് ചർച്ചയായി. ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാൽ ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങൾക്ക് സങ്കടമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ. അവസാനം കേട്ട് നബിതങ്ങളും അടുത്തടോ. അല്ലാഹുവിന്റെ റസൂലിന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്കെന്റെ ആയിഷയെ അറിയാ സഹാബ, എനിക്കെന്റെ ആയിഷയെ അറിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി
ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങൾ പറയുകയാണ്, എന്റെ ആയിഷാനെ എനിക്കറിയാം. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. ഇന്നു വരെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു മോശമായ കാര്യം എന്റെ ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്കറിയാം. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ആയിഷ നല്ലവളാണ്. എന്റെ ആയിഷ നല്ലവളാണ്. എന്റെ ആയിഷാനെ എനിക്ക് വിശ്വാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കാണ്, എനിക്ക് എന്റെ ആയിഷയെ വിശ്വാസമാ. എന്റെ ഭാര്യ നല്ലവളാ. എന്റെ ഭാര്യ നല്ലവളാ. ഈ വാഴകൾ